Good morning, everybody. Good morning. How are you all? Yes. Fasma, good morning, everybody. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. എല്ലാവരും ലേറ്റ് ആവാതെ കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യുക. എന്താ നമ്മള് ഹിന്ദി ബുക്ക് എടുത്തോ? കഴിഞ്ഞ ആഴ്ച വെച്ചേപ്പിൽ എടുത്തായിരുന്നോ? എഡ്വിൻ എടുത്ത് നോക്കിയോ? നോക്കിയല്ലേ? ഫാത്തിമ, ഷഹ്മ, എല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല? ഷഹ്മ ചായ കുടിച്ചു. ഓക്കെ. സിദ്ധാന്ത് കൃഷ്ണ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ജെവിൻ ജേക്കബ്, വീഡിയോ ഓൺ ചെയ്യ്. All of you take your textbook. All of you take your textbook. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഫസ്റ്റ് പേജ്. ടേക്ക് യുവർ ഫസ്റ്റ് പേജ്. ഷോ മീ യുവർ ഫസ്റ്റ് പേജ്. ഷോ നിങ്ങളുടെ ഹിന്ദിയുടെ ഫസ്റ്റ് പേജ് കാണട്ടെ. ഓക്കെ ഓക്കെ. ലിസൺ. എന്താ ഫസ്റ്റ്? ഹംനെ സീഖ അല്ലേ? കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെ. ലിസൺ ലിസൺ ഹിയർ. ആ ബുക്കിൽ ശ്രദ്ധിച്ചോ? ഇനി കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താ? ആ, ഇ, ഈ, ഉ, ഊ എന്നുള്ള ചിഹ്നം ചേർത്തുള്ള വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷഹ്മ ലിസൺ ഹിയർ. ഒന്നുകൂടെ വായിച്ചുതരാം. വേർഡ്സ് വായിച്ചുതരാം. ബുക്കിൽ ശ്രദ്ധിക്കാം. ആയിന്റെ ചിഹ്നം ചേർത്തുള്ള 3 വേർഡ്സ്. ആം, ഗാജർ, ഛാത്ത. സെക്കൻഡ് വൺ ഈന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകള് ചിടിയ, ചിരാഗ്, പഹിയ. തേർഡ് വൺ തീർ, തിത്തലി, മച്ചലി. ഇതൊക്കെ ഏത് ചിഹ്ന? ഈന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകളാ. ഹിന്ദിയിലെ ചിഹ്നത്തിന് എന്താ പറയാ? മാത്ര അല്ലെ? ചിഹ്നങ്ങൾ എന്നുള്ളത് മാത്രയേ. നെക്സ്റ്റ് ഉ, ഊക്കി മാത്രക്ക് വേർഡ്സ്. ഗുലാബ്, ഗുഡിയ, ധനുഷ്. അവിടെ എല്ലാം നിങ്ങൾ കാണുന്നില്ല, ഊന്റെ ചിഹ്നം മാത്രമേ ഉള്ളൂ അല്ലെ? നെക്സ്റ്റ് ഊക്കി മാത്ര. ഊന്റെ ചിഹ്നം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഏതാ? സൂരജ്, പൂൽ, ചാക്കു. ഈ 5 ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകളാണ് അവിടെ കാണുന്നത്. സിദ്ധാന്ത് കൃഷ്ണ മനസ്സിലാവുന്നുണ്ടോ മോനെ? കഴിഞ്ഞ ക്ലാസ് കിട്ടാത്തവർക്ക് ഒന്നും കൂടെ പറഞ്ഞു തരുന്നതാണ് അത്. സെക്കൻഡ് പേജ്. ടേക്ക് യുവർ ടെക്സ്റ്റ്. സെക്കൻഡ് പേജ്. പേജ് നമ്പർ 2. അഭ്യാസ് അല്ലെ? അവിടെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ശബ്ദ മീൻസ് വേർഡ്. അതിന്റെ വേർഡ് എന്താന്ന് അവിടെ എഴുതണം. ചിത്ര ദേഖോ ഓർ ശബ്ദ ലിഖോ. നിങ്ങൾ ഇങ്ങനെ ഹെഡിങ് ഒക്കെ വായിച്ചിട്ട് വേണം ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ കേട്ടോ. സൽന ഓക്കെ. സൽന ക്യാൻ യു ഹിയർ മീ? ആ ഓക്കെ. എന്താ പിക്ചർ തന്നത്? ഫസ്റ്റ് വൺ പീസ് അല്ലേ? പീക്ക് എന്താ ഹിന്ദിയിൽ പറയാ? മട്ടർ. മട്ടർ ഹിന്ദി വേർഡ് മാത്രമേ ടീച്ചർ പറഞ്ഞിരുന്നുള്ളൂ. ശ്രദ്ധിക്കുക. മട്ടർ, മാല. നിങ്ങൾ എവിടുന്ന് വായിച്ചോ? മട്ടർ, മാല. അനാർ. നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് വൺ സീതാർ. സിത്താർ എന്നാണ്. സിത്താർ, സീട്ടി. നെക്സ്റ്റ് എന്താ? ഗിർഗിഡ്, ഗുലാബ്. നെക്സ്റ്റ് എന്താ? മൂലി, മൂലി. നെക്സ്റ്റ് രൂമാൽ അല്ലേ? രൂമാൽ. അതിന് തൈലിയാന്നും പറയും. പക്ഷെ നമുക്ക് ഇവിടെ ചിഹ്നം വരേണ്ടത് ഊവിന്റെ ചിഹ്നമാണ് അല്ലെ? ഊവിന്റെ ചിഹ്നം ചേർത്തുള്ള വേർഡാണ് വരേണ്ടത്. അപ്പൊ രൂമാലിനെ വായിക്കുക. ഹാൻഡർചീഫിന് രൂമാൽ. നെക്സ്റ്റ് എന്താ? ചിത്രക്കോ ശബ്ദസേ മിലാവോ അല്ലെ? അവിടെ കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെനീറ്റ, what is your problem? വെനീറ്റ ഇത് ക്ലാസ് ടെസ്റ്റ് ഇടാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. ക്ലാസ് ടെസ്റ്റ് ഒരു പീരീഡും കൂടെ നമുക്ക് വരുന്നുണ്ട് അല്ലേ? ലാസ്റ്റ് പീരീഡിൽ നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഇടാം. ഓക്കെ.
ചിത്ര ദേഖോ ചിത്രക്കോ ശബ്ദസെ മിലാവോ അല്ലെ? ചിത്രത്തിന്റെ ശബ്ദം എന്താന്ന് അങ്ങനെ എന്ത് പറഞ്ഞ എന്താ? അത് കണ്ടുപിടിക്കാനാണ്. ചിത്രത്തിന്റെ ശബ്ദം കണ്ടുപിടിക്കാൻ. ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ് അല്ലെ? ആ പിക്ചറിന്റെ വേർഡ് ഇവിടെ നടുക്ക് പിന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ആ വേർഡ് ഏതാന്ന് മാച്ച് ചെയ്യാനാ പറയുന്നത്. കണ്ടുപിടിച്ചത്. ഷഹ്മ ഷഹ്മ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഷഹ്മ ക്ലാസ് ഉണ്ട്. മനസ്സിലായില്ല മോളെ എന്താ പറയുന്നത്? ഷഹ്മ ഇപ്പോഴാണോ മദ്രസയിൽ ക്ലാസ്? റേഞ്ച് പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പിന്നീട് വിളിക്കൂ കേട്ടോ. എന്നെ ഒന്ന് വിളിച്ചോ. ഇനി ക്ലാസ് കിട്ടുന്നില്ലെങ്കിൽ ക്ലാസ് നടക്കുന്ന മിസ് നോക്കിപ്പോ. ഓക്കെ, മദ്രസയിലെ ക്ലാസ് നടക്കുവാണ് അല്ലേ? ഓക്കെ, എന്താ ചെയ്യാ ഇപ്പൊ? ഒരു പീരീഡ് കൂടെ നമുക്ക് വരുന്നുണ്ട്. ആ പീരീഡ് എങ്കിലും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ആയിക്കോട്ടെ. ഇപ്പൊ പിന്നെ ഒരു അരമണിക്കൂറേ ഉള്ളൂ. 25 തീരും. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോളൂ. അടുത്ത പീരീഡ് കൂടെ വരുന്നുണ്ട് നമുക്ക്. ശർമ്മ അല്ലേ? അതെന്താ ശ്രദ്ധിക്ക്. ഇതൊന്ന് ഓടിച്ചു പോവുകയുള്ളത്. കഴിഞ്ഞ 2-3 ക്ലാസ് ആയി ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നു. എന്താ ആദ്യത്തെ ഫസ്റ്റ് വൺ മുകുട്. രാജാവിന്റെ പിക്ചറാ കാണുന്നല്ലേ? കിങ്ങിന്റെ പിക്ചറാ. പക്ഷെ തലയിലുള്ള അവിടെയൊക്കെ ശ്രദ്ധിച്ചേ. ഈ ഊന്നിന്റെ ചിഹ്നമാണ് അവിടെയും പഠിക്കുന്നത് നമ്മള്. ആ ചിഹ്നം ചേർത്തുള്ള വേർഡ്സ്. ജെവിൻ ജേക്കബ് ലിസൺ. എന്താ ഫസ്റ്റ് വൺ? മുകുട്. കുറെ പേരത് നൃബ് സോറി, അത് പിന്നെ പറഞ്ഞുതരാം. മുകുട് എന്നാണ് ഫസ്റ്റ്. നെക്സ്റ്റ് അമരൂദ് ഗോവ. പിന്നെന്താ സോൾജർ എന്താ പറയാ? സിപ്പാഹി. നിങ്ങൾ അവിടുന്ന് പറയണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് ആ വേർഡ് കിട്ടുള്ളൂ. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വേർഡ്സ് മറന്നു പോകും. അവിടുന്ന് പറയണം. ഫസ്റ്റ് വൺ മുകുട്, സെക്കൻഡ് വൺ അമരൂദ്, സിപ്പാഹി. ന്യൂസ് പേപ്പറിന് എന്താ പറയാ? അഖ്ബാർ. നെക്സ്റ്റ് ഗുഡിയ. നെക്സ്റ്റ് ചീനി പറഞ്ഞ കിഴങ്ങ്. പഹിയ വീൽ. ബർത്തൻ യൂട്ടൻസിൽസ് പാത്രങ്ങള്. ഇതാണ് ചീൽ എന്ന് പറഞ്ഞാല് ഈകള്, പരുന്ത്. മനസ്സിലായതല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ വർഷേ പഠിച്ചതാണ്. നമ്മൾ ഇതുവരെ ഒരു ലെസണേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. നോക്കിക്കേ, പാട് ദോ അല്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് വായിച്ചേ. പാട് ദോ. ദോ എന്ന് പറഞ്ഞാൽ എന്താ? ടു അല്ലേ? ടുവിനാണ് ദോ എന്ന് പറയുന്നത്. പാട് ദോ. ഇറുക്കി മാത്ര. ഇത് വായിച്ചെല്ലാവരും. ഇറുക്കി മാത്ര. വായിച്ചോ അവിടുന്ന് കേട്ടോ. വൃക്ഷ്, നൃപ്, ഋഷി, ഗൃഹ. അല്ലേ? അതിന്റെ ഇംഗ്ലീഷ് വേർഡും അവിടെ കൊടുത്തിട്ടുണ്ട്. അതും ശ്രദ്ധിച്ച് വായിക്കാം. വൃക്ഷ് ട്രീ, നൃപ് കിങ്, ഋഷി സേജ്, ഗൃഹ ഹൗസ്. ഓക്കെ, അതിന്റെ താഴെ കണ്ടോ? ഇറുക്കി മാത്ര. ഇറിന്റെ ചിഹ്നം കൊടുത്തു. അക്ഷരക്കെ നീച്ചെ ആത്തി ഹെ. എന്താ പറയുന്നത്? അക്ഷരത്തിന്റെ താഴെയാണ് ഇറിന്റെ ചിഹ്നം വരുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാ എഴുതിയിട്ട് അതിന്റെ താഴെ ഇറിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കൂ. അതാണ് കിറ്. കയ്യില് പേനയോ അല്ലെങ്കിൽ നമ്മുടെ കൈവിരലോ തൊട്ട് അത് വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കിട്ടുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ടീച്ചർ വായിക്കുമ്പോൾ തന്നെ അത് കൂടെ വായിക്കാം. നെക്സ്റ്റ് നോക്കിക്കോ. പിന്നെന്താ? പടിയ ഒരു സമച്ചിയ. കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വേർഡ്സ് ഒക്കെ വായിക്കാൻ അറിയുന്നവർ എത്ര പേരുണ്ട്? അലൻ മാത്യുവിന് അറിയാം. വേറെ ആർക്കും അറിയില്ല? എന്നിട്ട് വായിച്ചുതരാം. കൂടെ വായിച്ചോ. സ്പീഡിൽ വായിക്കണം കേട്ടോ. സ്പീഡില്. മൃഗ്, കൃഷി, കൃപ, കൃഷ്ണ്, ഗൃഹ്, തൃണ്, ധൃതി, അമൃത്, കൃപാൺ, കൃഷക്, ഘൃണ, ബൃഹത്, വൃഷഭ്, വൃഥ, കൃത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ പഠിച്ചാൽ മതി കേട്ടോ. റീഡ് ആൻഡ് ലേൺ എന്നാ പറയുന്നത്. വായിച്ചത് ആ വേർഡ്സ് എന്താന്ന് വായിച്ച് പഠിക്കാനാ പറയുന്നത്. പരിചയപ്പെടുക വാക്കുകളൊക്കെ.
എന്തിനാ വാക്കുകൾ പരിചയപ്പെടുന്നത്? നമുക്കൊരു സെന്റൻസ് ഒക്കെ ഉണ്ടാക്കണ്ടേ? ആദ്യം ഹിന്ദി വേർഡ് വായിക്കാൻ പഠിക്കുക, പിന്നീട് അതിന്റെ മീനിങ് പഠിക്കുക. നമുക്കിപ്പോ ഒരു 4 വേർഡ്സ് ഒക്കെ മീനിങ് പഠിക്കാൻ വരുന്നുള്ളൂ അല്ലെ? ഇതൊക്കെ താഴെ കൊടുത്തിരുന്നൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനാ. ഋന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ നമുക്ക് വായിൽ വരില്ല അല്ലെ? ആദ്യമൊന്നും ഋബ് എന്ന് പറയാനാവില്ല അല്ലെ സെൽന? അതെ, വായിക്കാൻ കിട്ടില്ലായിരുന്നു. കൃഷി, ഋഷി എന്നൊന്നും പറയാൻ കിട്ടില്ല. ഇപ്പൊ പഠിച്ചില്ലേ? എത്ര ക്ലാസ് ആയി അല്ലേ? നെക്സ്റ്റ് കണ്ടോ? പഠന അഭ്യാസ് നോക്കിയേ. നൃബുക്ക മുകുട് അല്ലേ? നൃബുക്ക മുകുട് എന്ന് പറഞ്ഞാ രാജാവിന്റെ കിരീടം. കൃഷക് ഹൽ ചല. എന്താ കൃഷക് എന്ന് പറഞ്ഞാല്? കൃഷിക്കാരൻ അല്ലേ? ഹൽ എന്ന് പറഞ്ഞാല് ആക്സ്. കൃഷിക്കാരൻ എന്താ പറഞ്ഞേ? നമ്മുടെ വയലിലൊക്കെ കൃഷിക്കാരൻ പോയിട്ട് എന്താ ചെയ്യുന്നേ? കിളച്ചു മറിക്കും അല്ലേ? അതാ പറഞ്ഞേ. കൃഷിക്കർ. കൃഷി എന്ന് പറഞ്ഞ എന്താ? ജോലി ചെയ്യുന്നതിന്, കൃഷി ചെയ്യുന്നതിന്. ജോലി ചെയ്യൂ. അഭി ഗൃഹ് മത് ജാ. അഭി മീൻസ് ഇപ്പോൾ. അതൊന്നും നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്നില്ല ഇപ്പൊ കേട്ടോ. ഒരു 5th ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ വായിച്ച് അതിന്റെ അർത്ഥമൊക്കെ പഠിച്ച് നമ്മൾ സെന്റൻസ് എഴുതാറുണ്ടാവുള്ളൂ. 4th ക്ലാസ് ഒക്കെ ആകുമ്പോൾ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അഭി ഗൃഹ് മത് ജാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ. ഗൃഹ് മീൻസ് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ ഫസ്റ്റ് പേജിൽ. ഗൃഹ് മീൻസ് എന്താ? ഗൃഹ് സെൽന, എഡ്വിൻ, അലൻ മാത്യു. ഗൃഹ് ഹൗസ്. ഓക്കെ, ഗുഡ്. ഹൗസ്. വീട്ടിൽ നിങ്ങൾ മത്ത് ജാ എന്ന് പറഞ്ഞാൽ പോകരുത്. വീട്ടിൽ നിങ്ങൾ ഇപ്പോ പോകരുത്. നിങ്ങൾ അങ്ങനെയൊന്നും വായിച്ച് പഠിക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് റീഡിങ് എക്സസൈസാ, വായിക്കാനുള്ള ഒരു പരിശീലനമാണ്. അടുത്തെന്താ? ജാ തൃണ് ഉഠ. പിന്നെന്താ? കൃണ ഞാക്കർ. നെക്സ്റ്റ് വൃക്ഷിക്ക ഖേര. വൃഷഭ് ലാ. വൃഷഭ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഋഷഭ് എന്ന് പഠിച്ചു അല്ലേ? ഋഷഭ് എന്നാ പഠിച്ചത് നമ്മള്. UKG മുതൽ ഫസ്റ്റ് വരെ ഋഷഭ് എന്നാ പഠിച്ചത് അല്ലേ ബെനീറ്റ? ഋഷഭ് എന്ന് പറഞ്ഞ കാള അല്ലേ? ഓക്സ് അല്ലേ? അതെ. അപ്പം ഇവിടെ ചിഹ്നങ്ങൾ വരുന്നു. അക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ വരുമ്പോ വൃഷഭ് എന്നും കൂടെ പറയും അതിന്. ഓക്കെ. നെക്സ്റ്റ് കൃപാക്കർ. എന്താ? ദയ. കൃപ പറഞ്ഞ ദയ. ദയ, കരുണ കാണിക്കൂ, ദയ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മതി. ഇത് വായിക്കാൻ അറിയാത്തവരുണ്ടോ? സിദ്ധാന്തന് വായിക്കാൻ കിട്ടുമോ മോനെ? ആസിയ വായിക്കാൻ അറിയോ? ഓക്കെ. നെക്സ്റ്റ് തുടങ്ങാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 പ്രാവശ്യം വായിച്ചു. ഇനി നമുക്ക് തുടങ്ങാം അടുത്തത്. നെക്സ്റ്റ് എന്താ? ഇർക്കി മാത്ര ലഗാക്കർ ശബ്ദം കോ പൂരാ കരോ അല്ലേ? ഇവിടെ തെറ്റായിട്ട് കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്. ഇവന്റെ ചിഹ്നം ചേർക്കാതെ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. ലിസൺ ഹിയർ ഫാത്തിമ ഷഹ്മ. ലിസൺ. ഇറിന്റെ ചിഹ്നം ചേർക്കാതെ കുറെ വാക്കുകൾ തന്നു. അത് നമ്മൾ ഇറിന്റെ ചിഹ്നം ചേർത്ത് കഴിഞ്ഞ ദിവസം എഴുതി അല്ലേ? എന്താ? ഫസ്റ്റ് വൺ നബ് എന്നാ കൊടുത്തേക്കുന്നത്. നബല്ല. എന്താ? നൃബ്. നൃബ്. കൃപാന്ന വേണ്ട, അവിടെ പാന്ന് കൊടുത്തിട്ടില്ല. അച്ചടി മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. നമ്മളൊരു പാന്ന് എഴുതി കൊടുക്കണം അവിടെ. കൃപാന്നാണ്. നെക്സ്റ്റ് കൃത്, തൃണ്, കൃഷക്, കൃപ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കിക്കോ. അതിന്റെ താഴെ ദിയെ ഗയ ചിത്രം കെ നാം ലിഖോ. തേർഡ് വൺ അല്ലേ? സെക്കൻഡ് വൺ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞ് പോയതാണ്. തേർഡ് വൺ എന്താ? പിക്ചർ തന്നിട്ട് അവിടെ അതിന്റെ പേര് എഴുതണം അല്ലേ? കുറെ പേര് പിന്നെ ഇത് കിരീടത്തിന് നമ്മൾ അതിനു മുമ്പേ ഫസ്റ്റ് ചാപ്റ്ററില് ഊവിന്റെ ചിഹ്നം ചേർത്ത് മുകുട് എന്ന് പഠിച്ചു അല്ലേ? ആർദ്ര, ആർദ്യ, ആരാധ്യ. എന്താ പേര്? ആരാധ്യാണോ? ആരാധ്യ. സോറി, പേരറിയാത്തോണ്ട്. അതെ, സന. അതിൽ കുറെ പേര് തെറ്റിച്ചെഴുതിയിട്ടുണ്ട്. എന്താ? മൃഗ് കറക്റ്റ് ആയിരുന്നു. ഡിയറിന് മൃഗ് എന്ന് കൊടുത്തു. അവിടെ ഇറിന്റെ ചിഹ്നം വന്നു അല്ലേ? മൃഗ്. ഓക്കെ. നെക്സ്റ്റ് എന്താ? മുകുട് എന്നല്ല അവിടെ കൊടുക്കണ്ടേ. ഇവിടെ ഊവിന്റെ ചിഹ്നമല്ല നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. എന്താ? ഇറുക്ക മാത്ര അല്ലെ? ഇറുക്കി മാത്ര. ഇറിന്റെ ചിഹ്നമാണ് വരേണ്ടത്. ഇറിന്റെ ചിഹ്നം ചേർത്തിട്ട് കിങ്ങിന് എന്താ പറയാ? ചോദിക്കട്ടെ എഡ്വിൻ. എഡ്വിൻ, ഇറിന്റെ ചിഹ്നം ചേർത്ത് പറഞ്ഞോളൂ പ്ലീസ്. നൃബ്. ഓക്കെ, ഗുഡ്. നൃബ് എന്നാണ്. എല്ലാരും കേട്ടില്ലേ? നൃബ് എന്നാണ് വേണ്ടത്. കുറെ പേര് അവിടെ മുകുട് എന്ന് എഴുതി വെച്ചു. തെറ്റാണ്. മുകുട് എന്നുള്ളത് എവിടെയെങ്കിലും ഇറിന്റെ ചിഹ്നം ഉണ്ടോ? ഇല്ല. ഇറിന്റെ ചിഹ്നം വേണം അവിടെ. അപ്പൊ നൃബ് എന്നാണ് എഴുതേണ്ടത്. കുറെ പേർക്ക് ടീച്ചർ തിരുത്തി തന്നിട്ടുണ്ട് അല്ലേ?
നെക്സ്റ്റ് വൃക്ഷ് അല്ലേ, ട്രീ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇനി സെക്കൻഡ് വൺ കണ്ടോ നിങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് വൺ. നീച്ചെ ദിയേ ഗയേ ശബ്ദോം സെ റിക്ത് സ്ഥാൻ ഭരോ. എന്താ പറയുന്നേ? fill in the blanks using the words given below. അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, കുറച്ച് ശബ്ദം തന്നിട്ടുണ്ട്. ഹിന്ദിയിൽ ശബ്ദം എന്നാണ് പറയാ വേർഡ്സിന്. കുറച്ച് ശബ്ദം തന്നിട്ടുണ്ട് അല്ലെ? ജെവിൻ ജേക്കബ്, എന്താ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോന്ന നീ? വീഡിയോ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് ആയിരിക്കും, ഹാജരിടില്ല, നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുന്ന എനിക്ക് കാണണം ഇവിടുന്ന്. കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കാം. സെക്കൻഡ് വൺ ബ്രാക്കറ്റിൽ ഏതൊക്കെ വേർഡ്സ് ആ നോക്കിയോ. കൃഷി, വായിച്ചോ ഇവിടുന്ന്. കൃഷി, കൃഷക്, ഗൃഹ്, വൃഷക്, തൃണ്. ഇത്രയും വേർഡ്സ് അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റ് ഇല്ല എന്നാലും ഇത്രയും വേർഡ്സ് അവിടെ ഉണ്ട്. കൃഷി എന്ന് പറഞ്ഞാല് കൃഷി തന്നെ. കൃഷക് എന്ന് പറഞ്ഞാല് ഫാർമർ, കൃഷിക്കാരൻ. നെക്സ്റ്റ് ഗൃഹ്, ഗൃഹ് മീൻസ് സിദ്ധാന്ത്, ഗൃഹ് മീൻസ്, ഗൃഹ് എന്ന് പറഞ്ഞ എന്താ? ആർക്ക് പറയാം? ഗൃഹ്. അലൻ മാത്യൂസ്, ഗൃഹ് ഹൗസ്. ഗുഡ് ഗുഡ്. ഗൃഹ് ഹൗസ്. വൃഷഭ് വൃഷഭ് ഓക്സ്. നെക്സ്റ്റ് തൃണ്. തൃണ് മീൻസ്, തൃണ് എന്ന് പറഞ്ഞ പുല്ല്, വൈക്കോലിനൊക്കെ തൃണ് എന്ന് പറയാ. അതിന്റെ താഴത്തെ വേർഡ്സ് ഉണ്ടോ? ഉള്ളപ്പോ ടേക്ക് യുവർ പെൻസിൽ, ടേക്ക് യുവർ പെൻസിൽ. ഓക്കെ, സെക്കൻഡ് വൺ ഫില്ല് ചെയ്യുക. ഖേത്ത് മേം, ഖേത്ത് മീൻസ് വയൽ. ഖേത്ത് മേം ഡേഷ് ഹൽ ചലായേഗ. വയലിൽ ആരാ ജോലി ചെയ്യുന്നത്? ആർക്ക് പറയാം? ഫാത്തിമ ഷഹ്മ. ഖേത്ത് മീൻസ് വയൽ. വയലിൽ ആരാ ജോലി ചെയ്തത്? കൃഷിക്കാരൻ. കൃഷിക്കാരൻ എന്നുള്ളതിന് ഹിന്ദി വേർഡ് എന്താ? കൃഷക്. എല്ലാവരും അവിടെ കൃഷക് എന്ന് ഫില്ല് ചെയ്യണം പെൻസിലും കൊണ്ട്. എഴുതിക്കോ. കൃഷക്. സെക്കൻഡ് വൺ. Guys, please on your video. Okay, next dash ko lekar dash se a. എന്താ dash ko lekar എന്ന് പറഞ്ഞ? എന്തിനെയോ കൊണ്ടുവന്ന് വീട്ടിലാക്കുന്ന പറയുന്നത്. ഡാഷ് കോ ലേക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. കൃഷിയാണോ, ഗൃഹാണോ, വൃഷഭ്, തൃണ്. കൃഷിക്കാര് ശരിക്കും വയലിൽ പോകുമ്പോ ആരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ കാളേനെയും കൊണ്ട് ഉഴുതു മറിക്കാനൊക്കെ പോകും. നെല്ലൊക്കെ നട്ടു വളർത്തണമെങ്കിൽ കാളയും കൊണ്ട് നമ്മൾ അന്ന് നമ്മുടെ ഇതും കൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. കാളയും കൊണ്ട് ഉഴുതു മറിക്കും വയല്. അപ്പൊ കൃഷിക്കാരൻ ആരെയും കൊണ്ടാ വയലിൽ പോകുന്നത്? കാള എന്ന് പറഞ്ഞ എന്താ വേർഡ് ഇവിടെ? എന്താ വേർഡ് ബെനീറ്റ? കാളയ്ക്കുള്ള വേർഡ്, കാള എന്നുള്ള ശബ്ദം ഏതാ ഇവിടെ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. എന്താ? വൃഷഭ്. Okay, very good. വൃഷഭ്. All of you right? വൃഷഭ്. വൃഷഭ് കോ ലേക്കർ. എന്താ? കാളയെ കൊണ്ടുവന്ന് എവിടെയാ? വീട്ടിലാക്കാനാ പറയുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടാനാ പറയുന്നത് അല്ലേ? കോ ലേക്കർ ഡേഷ് സേ ആ. വീട്ടിൽ നിന്ന് അല്ലേ? വീട് എന്നുള്ളതിന് ഹിന്ദി വേർഡ് എന്താ ഇവിടെ? ആസിയ. ഹൗസ് എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് എന്താ? പ്ലീസ് അൺമ്യൂട്ട്. ആരാ പറഞ്ഞത്? ആസിയ. ഹൗസ് എന്നുള്ളതിന് ഹിന്ദി വേർഡ് ഗൃഹ്.
Please unmute and say. Grih. Very good. Right? Grih. Grih say a. Third one grih. Next, വൃഷഭ് ഡേഷ് ഖ. എന്താ വൃഷഭ് കഴിക്കുന്നത്? ഫവാസ്. വൃഷഭ് ഡാഷ് ഖ. തൃണ് കൃഷി. ഇത്രയേ ഉള്ളൂ അവിടെ 2 വേർഡ്സ്. ഫവാസ് പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. വൃഷഭ് ഡാഷ് ഖ എന്നുള്ളടത്ത് ഡാഷിന്റെ അടുത്ത് എന്താ വരുന്നേ? നേരത്തെ ഞാൻ പറഞ്ഞു തന്നു പുല്ല് വൈക്കോ എന്നുള്ളതിന്റെ വേർഡ്. ആ വെരി ഗുഡ്. തൃണ്. ലാസ്റ്റ് വേർഡ് അല്ലേ? തൃണ്. തൃണ്. നെക്സ്റ്റ് വൃഷഭ് തൃണ് ഖ. എന്താ? കാള വൈക്കോല് പുല്ല് തിന്നു. നെക്സ്റ്റ് ഫിർ ഡാഷ് കർ. എന്നിട്ട് എന്താ? ഫിർ എന്ന് പറഞ്ഞ എന്നിട്ട് ഡാഷ് കർ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇനി ഒരെണ്ണേ അവിടെ ബാക്കിയുള്ളൂ. എന്താ തോഷിൻ? ഫിർ ഡാഷ് കർ. ഫിർ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. തോഷിൻ പ്ലീസ് അൺമ്യൂട്ട്. തോഷിൻ മിണ്ടുന്നില്ല. തോഷിൻ പറഞ്ഞോളൂ. എന്താ? ഫിർ ഡാഷ് കർ എന്നുള്ളടത്ത് അവിടെ എന്താ ഫില്ല് ചെയ്യാ? എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നേ? ആർക്ക് പറയാം? സെൽന. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഫിർ ഡാഷ് കർ. ഫിർ കൃഷി കർ. എന്നിട്ട് ജോലി ചെയ്യൂ, കൃഷി ചെയ്യൂ എന്നാ പറയുന്നത്. കേട്ടോ തോഷിൻ? കേട്ടോ തോഷിൻ? വിഷമായോ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആൻസർ പറയണം കേട്ടോ മോനെ. എവിടെ എഴുതിയോ എല്ലാവരും? ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ ഗുഡ്. അവിടെ ഡേറ്റ് ഇട്ടോ ഇന്നത്തെ ക്ലാസ് വർക്ക് CW എന്ന് എഴുതിക്കോ. ഓക്കെ. നെക്സ്റ്റ് അത് കഴിഞ്ഞു അല്ലേ? എന്താ ഇവിടെ നോക്കിയോ? അവിടെ ഒരു കഥ തന്നെ വന്നു. എന്താ? ഖേത്തുമേ. അവിടുന്ന് വായിച്ചോ നിങ്ങൾ എല്ലാവരും? ഖേത്തുമേ കൃഷക് ഹൽ ചല. അലൻ മാത്ത്. ഖേത്തുമേ കൃഷക് ഹൽ ചല. ഹൽ ചല. എന്താ? കൃഷിക്കാരൻ വയലിലോട്ട് കൃഷിക്കാരന്റെ ഹല്ലും കൊണ്ട്, ഹൽ എന്ന് പറഞ്ഞ എന്താ? ആക്സ് അല്ലേ? അതുകൊണ്ട് കലപ്പയും കൊണ്ട് കൃഷിക്കാരൻ വയലിലോട്ട് നടന്നു. നെക്സ്റ്റ് എന്താ? വൃഷഭ് കോ ലേക്കർ ഗൃഹ് സേ ആയ. ഗൃഹ് സേ ആ. എന്താ? വീട്ടിൽ നിന്ന് വൃഷഭിനെ കൊണ്ടുവന്നു. എന്നിട്ടോ വൃഷഭ് തൃണ് ഖ. വൃഷഭ് പുല്ല് തിന്നു. ഫിർ കൃഷിക്കർ. എന്നിട്ട് കൃഷി ചെയ്തു. ആരാ കൃഷി ചെയ്തേ? കാളയാണോ കൃഷി ചെയ്തേ? കൃഷിക്കാരൻ അല്ലേ? കർഷകൻ. കൃഷക് എന്ന് പറയും. കൃഷിക്കാരൻ കൃഷി ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നോക്കിയേ നിങ്ങള്. 4th വൺ. നെക്സ്റ്റ് പേജ് നമ്പർ 5th. അഞ്ചാമത്തെ പേജ് നോക്കിയേ. ചിത്രം കോ ശബ്ദം സേ ജോഡോ. എന്താ? ജോയിൻ പിക്ചേഴ്സ് വിത്ത് വേർഡ്സ് അല്ലേ? എന്താ? ചിത്രം കോ ശബ്ദം സേ ജോഡോ എന്ന് പറഞ്ഞ എന്താ? ചിത്രത്തിന്റെ ശബ്ദം അവിടെ നടുക്കൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അല്ലേ ഷഹ്മ? അതെ. ഒന്ന് കാണട്ടെ നിങ്ങളുടെ ബുക്കില്.
ഓക്കെ. അത് നോക്കിയേ നിങ്ങള്. ഫസ്റ്റ് വൺ എന്താ കൊടുത്തത്? കൃഷ്ണ, കൃപാൺ, കൃഷക്, തൃണ്, വൃഷഭ്, മൃഗ് അല്ലെ? താഴെ താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ മാച്ച് ചെയ്യണം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യാൻ പറഞ്ഞില്ല, കുറെ പേര് നേരത്തെ ചെയ്ത് കാണിച്ചു. ചെയ്യാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്താ ഫസ്റ്റ് വൺ? കൃഷ്ണ. കൃഷ്ണന്റെ അടുത്തോട്ട് മാച്ച് ചെയ്തോ. കൃഷ്ണ. കൃഷ്ണ എന്ന് പറഞ്ഞാല് എന്താ? കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ, ഹിന്ദുക്കളുടെ ദൈവം അല്ലെ? കൃഷ്ണൻ. നെക്സ്റ്റ് കൃപാൺ. കൃപാൺ മീൻസ് സോഡ്, വാള്. കൃപാൺ. സോഡ് കണ്ടില്ലേ അവിടെ താഴെ? വാള് കണ്ടില്ലേ? കൃപാൺ സോഡ്. കൃഷക് മീൻസ് ഫാർമർ, കൃഷിക്കാരൻ. അവിടെ നിന്ന് കിളക്കുന്ന കണ്ടില്ലേ? യെസ്, കൃഷിക്കാരൻ. തൃണ് മീൻസ് സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ? വൈക്കോൽ, പുല്ല്. വൃഷഭ് ഓക്സ്, കാള. മൃഗ് ഡിയർ, മാൻ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ആ വേർഡ്സിനെല്ലാം ഇറിന്റെ ചിഹ്നമല്ലേ വന്നിരിക്കുന്നേന്ന്? കൃഷ്ണ, കൃപാൺ, കൃഷക്, തൃണ്, വൃഷഭ്, മൃഗ് എല്ലായിടത്തും ഇർക്ക് മാത്ര അല്ലെ? ഇറിന്റെ ചിഹ്നം. നെക്സ്റ്റ് അതിന്റെ താഴെ കണ്ട അക്ഷരോം കോ ജോഡ്കർ ശബ്ദ ബനാവോ. എന്താ താഴെ കണ്ടോ നിങ്ങള്? ഫിഫ്ത് വൺ. തോഷിൻ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? All stand up. All stand up. Down. Stand up. Sit down. നിങ്ങൾ ചെയറിലല്ല ഇരിക്കുന്നത് അല്ലേ? കിടക്കയിൽ ഇരിക്കുന്നവരുണ്ട് കുറെ പേര് കിടക്കുന്നു. ചെയറിൽ ഇരിക്കണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ നമുക്ക് പുറമൊക്കെ വേദന എടുക്കും. നടുവും പുറമൊക്കെ ഇങ്ങനെ വേദന എടുക്കും. വളഞ്ഞു കുത്തി ഇരുന്നിട്ടല്ലേ? ചെയറിൽ ഇരുന്നിട്ട് ഒരു ടേബിളിന്റെ മുകളില് ബുക്കൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നിവർന്നിരിക്കണം. ഓക്കെ, നോക്കിക്കേ നിങ്ങളെ. അക്ഷരംകോ ജോഡ്കർ ശബ്ദ, ബുക്ക് ശ്രദ്ധിക്കട്ടോ. ശബ്ദ ബനാവോ. എന്താ അവിടെ പറയുന്നത്? അവിടെ അക്ഷരം തന്നിട്ടുണ്ട്, അതിന്റെ അക്ഷരം തന്നിട്ടുണ്ട്, കുറെ ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവിടെ കുറെ അക്ഷരങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്, കുറെ പ്ലസ് ഉണ്ട്, ഈക്വൽ ഉണ്ട് അല്ലെ? ഒന്നും മനസ്സിലാവുന്നില്ല കാണുമ്പോ. നോക്കിക്കേ അവിടെ ബുക്ക് നോക്കിക്കേ. ആദ്യം എക്സാമ്പിൾ കൊടുത്തിട്ട് വരണം അല്ലെ? ശ്രദ്ധിച്ചേ. കാന്ന് എഴുതിട്ട് അതിന്റെ അടിയിൽ ഒരു വരയും ഉണ്ട്. അതെന്തിനാപ്പാ? നമ്മളെ ബുദ്ധിമുട്ടിക്കാനാ? അല്ല, കായന്റെ താഴെ ഒരു വര കൊടുത്ത എന്താ അറിയോ? അത് പറയുന്നത് ക്ക് എന്നാണ്. എന്താ വായിക്കുന്നത്? ക്ക്. ക്ക്. കായ എഴുതിട്ട് മുകളിൽ ചന്ദ്രക്കല ഇടുന്നില്ലേ നമ്മള് മലയാളത്തില്? അതാണ് ഇവിടെ ക്ക്. ക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ഒക്കെ വരുന്നുണ്ട്. നമ്മള് മാത്സും പഠിക്കുന്നുണ്ടെന്ന് ഹിന്ദിയിൽ അല്ലേ? ഉണ്ട്. പ്ലസും ഈക്വലും ഒക്കെ വരുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താന്ന്. മൈനസ് വരുമ്പോ ഇച്ചിരി ടഫ് ഉള്ളു അല്ലെ? പ്ലസ് എങ്ങനെയും ചെയ്യും നമ്മള് അല്ലേ ജെവിൻ? അതെ, നോക്കിക്ക നിങ്ങള്. ക്ക് പ്ലസ് അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം നോക്കിയേ. ഇറ് പ്ലസ് നെക്സ്റ്റ് പിന്നെയും വന്നു ഷാ എഴുതിട്ട് അതിന്റെ താഴെ ഒരു വര അല്ലെ? എന്താ വായിക്കാ? ഷ്. ഷ് പ്ലസ് ഇ അല്ലേ? എന്നിപ്പോ എന്താ വായിക്കുന്നത്? ലാസ്റ്റ് നോക്കിയേ നിങ്ങള്. ഈന്റെ ചിഹ്നം കൊടുത്തു, ഷായു എഴുതിയിട്ടുണ്ട് അല്ലെ? എന്താ വായിക്കുക? ലാസ്റ്റ് ഒരു വേർഡ് ആയിട്ടുണ്ട്. എന്താ വായിക്കാത്? ആർക്ക് പറയാം? പറഞ്ഞു, അറിയുന്നവര് പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്തിട്ട്. കൃഷി അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ടീച്ചർ ബുക്കിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങള്? മലയാളത്തിൽ ഇങ്ങനെ അത് വരിക. ക്ക് പ്ലസ് ഇറ് പ്ലസ് ഷ് പ്ലസ് ഇ. ഇതെന്താ വായിക്ക? ക്ക് പ്ലസ് ഇറ് എന്താ വായിക്ക? കിറ് അല്ലേ? ഷ് പ്ലസ് ഇ ഷി. കൃഷി. മനസ്സിലായി? ഈ എഴുതിയത് മനസ്സിലാവുന്നുണ്ടോ?
ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഹിന്ദിയില് ഈ അക്ഷരങ്ങൾ വരുന്നത്. എഡ്വിൻ, ഉറക്കം വരുന്നുണ്ടോ രാവിലെ തന്നെ? നമുക്ക് ഇനി 8 മിനിറ്റ് കൂടി ഉണ്ട്. അതിനിടയിൽ ഇത് കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് വൺ നോക്കിയാ നിങ്ങള് ശ്രദ്ധിക്കണം. ന് നിങ്ങൾ അവിടുന്ന് ഒച്ചത്തിൽ വായിച്ചോ കേട്ടോ. ന് പ്ലസ് ഇർ പ്ലസ് പ് പ്ലസ് ആ. എന്താ അത് എഴുതുക? അതെന്താ വേർഡ് വരുവാന്ന് അറിയോ ബെനീറ്റ? ന് പ്ലസ് നോ ന് പ്ലസ് ഇർ എന്താ വായിക്കാ? ന് പ്ലസ് ഇർ നിറ്. നിറ്. പ പ് പ്ലസ് ആ എന്താ വായിക്കാ? പ. നൃ പാന്ന് വായിക്കുമ്പോ എന്താ വേർഡ് നമ്മൾ പഠിച്ചത്? കിങ്ങിന് എന്താ പറയാ നമ്മള്? നൃപ്. നൃപ് എന്നാണ് വരിക. അത് നിങ്ങൾ അവിടെ എഴുതണം. പിന്നെ എഴുതിയാൽ മതി ക്ലാസ് കഴിയുമ്പോ. നെക്സ്റ്റ് നോക്കിയോ. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നോക്കിയോ. ഖ് പ്ലസ് ഇർ എന്താ വായിക്കാ? ഖ് പ്ലസ് ഇർ എന്ന് വരുമ്പോ എന്താ വായിക്കാ? ഖിർ അല്ലേ? അല്ലേ സെൽന? സെൽന, വേർ ഈസ് സെൽന? സെൽന ഇല്ലേ? സെൽന. ഓക്കെ ഓക്കെ. ഖ് പ്ലസ് ഇർ ഖിർ അല്ലേ? ഖിർ പ്ലസ് ന് പ്ലസ് ആ. ന് പ്ലസ് ആ എന്താ വരുക? സെൽന അറിയോ? ന് പ്ലസ് ആ എന്ന് വരുമ്പോ നാന്ന് വരും അല്ലേ? അന്നപ്പോ എന്താ വരിക? കൃണ. നെക്സ്റ്റ് നോക്കിയോ. ക് പ്ലസ് ഇർ പ്ലസ് പ് പ്ലസ് ആ എന്താ വായിക്ക? കൃപ. നമ്മൾ അവിടെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ആ വ്യഞ്ജനാക്ഷരത്തിന് സ്വരാക്ഷരങ്ങൾ വരുന്നത് കണ്ടോ? അതൊക്കെ ചിഹ്നങ്ങളായിട്ട് വരും. വ്യഞ്ജൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കായ് എഴുതി അതിന്റെ താഴെ ഒരു വരയിടുമ്പോ എന്താ വായിക്ക? ക്ക് അല്ലെ? മലയാളത്തില് കായ് എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുന്ന പോലെ ക്ക്. അതുപോലെ എല്ലായിടത്തും ഉണ്ട് അവിടെ. കായ് എഴുതിയിട്ട് താഴെ വരയുണ്ട്, ഞായ് എഴുതിയിട്ട് താഴെ വരുന്നുണ്ട്. ഇതൊക്കെ വായിക്കുന്നത് ന്, ഖ്, പ്, വ് എന്നൊക്കെയാ വായിക്കുന്നത്. ചന്ദ്രക്കല ഇടുന്ന ചിഹ്നമാണ് താഴെ കാണുന്നത്. അപ്പൊ ലാസ്റ്റ് വൺ നോക്കിയാ നിങ്ങള്. ത് പ്ലസ് ലാസ്റ്റ് വൺ. ഷഹ്മ ലിസൺ ഹിയർ. ത് പ്ലസ് ഇർ പ്ലസ് ത് പ്ലസ് ഇ. ത് പ്ലസ് ഇർ വായിക്ക തിർ. ത് പ്ലസ് ഇ എന്ന് വായിക്ക തീ. യു പ്ലസ് ആന്ന് വായിക്കുന്ന യാ. എന്താ? തൃതീയ എന്ന് വരുക ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ തൃതീയ. അതിന്റെ മുകളിലത്തത് കൃപാൾ. ശ്രദ്ധിച്ചു നോക്കിയോ. കൃ വരുന്നുണ്ട്, പ് ആയുണ്ട്, പാ ണ് ആ അല്ലെ? ണ് കൃപാൾ. അതിന്റെ മുകളിലത്തത് ആ പ്ലസ് മ കൊടുത്തേക്കുന്നത്. ആ പ്ലസ് മ. എന്താ? പിന്നെ ഇറുണ്ട്. എന്താ? പിന്നെ അമൃത് എന്നാ വരും അവിടെ. നിങ്ങൾ ആ ചിഹ്നങ്ങളും ചിഹ്നങ്ങളും വേർഡ്സും, സോറി വേർഡ്സ് അല്ല, വ്യഞ്ജനാക്ഷരം ഉണ്ട് അവിടെ. സ്വരാക്ഷരങ്ങൾ വരുമ്പോ ചിഹ്നങ്ങൾ വരും. ഇറിന്റെ ചിഹ്നം ചേർത്ത് നമ്മൾ പരിചയപ്പെട്ട കുറെ വാക്കുകൾ ഇവിടെ വരുന്നത്. അത് നിങ്ങൾ അവിടെ എഴുതണം. ഫസ്റ്റ് വൺ എന്താ? കൃഷി. സെക്കൻഡ് വൺ നൃപ്. തേർഡ് വൺ കൃണ. ഫോർത്ത് വൺ കൃപ. ഫിഫ്ത് വൺ കൃത്. കൃത് പഠിച്ചില്ലേ നമ്മള്? കൃത്. സിക്സ്ത് വൺ അമൃത്. സെവന്ത് വൺ കൃപാൺ. ലാസ്റ്റ് വൺ തൃതീയ. തൃതീയ എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ. തൃതീയ. അവിടെ ഇറിന്റെ ചിഹ്നമുണ്ട് അല്ലേ? ഇത് നിങ്ങള് ഇപ്പൊ വർക്ക് ചെയ്യണം കേട്ടോ. അടുത്ത പീരീഡ് ക്ലാസ് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വർക്ക് ചെയ്യാ. ഹോംവർക്ക് പോസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ ക്ലാസ് ഇല്ലെങ്കിൽ നമ്മുടെ ലെസൺ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് പീരീഡ് ST ഉണ്ടാവും. എന്തായിരുന്നു ST പറഞ്ഞത് ബെനീറ്റ?
ST മീൻസ് സ്ലിപ്പ് ടെസ്റ്റ്, ഒരു എക്സാം പോലെ. ബെനീറ്റ എന്തായിരുന്നു പറഞ്ഞത്? ആരാ പറഞ്ഞു എക്സാം ഉണ്ടെന്ന്? ഡിറ്റേഷൻ വേർഡ്സ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായിരുന്നു? 4 വേർഡ്സ് അല്ലേ? ഇറുക്കി, മാത്രാക്ക, ശബ്ദ. ഏതൊക്കെയാ? നൃപ്. ഈ 4 വേർഡ്സ് അടുത്ത ക്ലാസ്സിൽ ഇടും. നൃപ്, വൃക്ഷ്, നൃപ്, ഋഷി, ഗൃഹ. നന്നായിട്ട് എഴുതി പഠിക്കുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡും പഠിക്കുക. നെക്സ്റ്റ് പീരീഡ് എപ്പോഴാ? ഓക്കെ, നമ്മുടെ ക്ലാസ് ടൈം തീരാൻ പോവാണ്. ആരൊക്കെയാ വന്നത് ഇന്ന്? ഫാത്തിമ, ഷഹ്മ, തോഷിൻ, എഡ്വിൻ തോമസ്, സെൽന, ബെനീറ്റ, ഏഞ്ചൽ റോസ്, സിദ്ധാന്ത്, സന, ജെവിൻ, കൈസ്, ആസിയ, അലൻ മാത്യു, മുഹമ്മദ് ഫവാസ്, ഷഹ്മ, മുഹമ്മദ് ഷാൻ, ആർദ്യ, ആരാധ്യ, പ്രജിത്ത്. ഓക്കെ, എനി ഡൗട്ട്? നോ. ഹിന്ദി ക്ലാസ്സിൽ തന്നെ പഠിച്ചു വരുന്നുണ്ടല്ലോ ഇപ്പൊ? ഉണ്ടോ വിനീറ്റ, ഷാൻ? See you next period. Okay, bye.